വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് ലീവ് ബൈ എസ് ഫാക്ടർ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കൺസിഡർ ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് ലേക്സ് ആൻഡ് പ്ലേസസ് ഇൻ വിച്ച് ദേ ആർ സിറ്റുവേറ്റഡ്. സി ലേക്സ്, വെറ്റ്ലാൻഡ്സ്, റിവേഴ്സ് തുടങ്ങിയവയൊക്കെ എന്താണ് UPSCയുടെ ഫേവറേറ്റ് ഏരിയാസിൽ ഒന്നാണ് അല്ലേ. നമുക്കറിയാം എന്താ ലേക്സിനെ കുറിച്ച് തന്നെ പലവട്ടം ഈവൻ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ലാസ്റ്റ് ഒരു 10 വർഷത്തിനിടയ്ക്ക് ചോദിച്ചിട്ടുള്ളത് ലേക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും. അപ്പം അങ്ങനെ ഒരു ചോദ്യമാണിത്. നോക്കൂ, ലേക്ക് വൂളാർ കാശ്മീർ, ധെബാർ ഭുവനേശ്വർ, സുഖ്ന ചണ്ഡീഗഡ്, ഭോജ്താൽ ഹൈദരാബാദ്. ഹൗ മെനി ഓഫ് ദി എബോവ് ഗിവൺ പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. മുകളിലുള്ളതിൽ എത്ര എണ്ണം കറക്റ്റായിട്ട് മാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഇതിനകത്തു നിന്നും ഈസിലി ഗസബിൾ ആയിട്ടുള്ള വൂളാർ ലേക്ക് ഈസ് ഇൻ കാശ്മീർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി ഓപ്ഷൻ ആണ് അല്ലേ. ഇനി ബാക്കിയുള്ളത് അറിയാൻ കുറച്ച് പാടുണ്ടാകും. പക്ഷെ എന്നാലും കുറച്ചെങ്കിലുമൊക്കെ പത്രം വായിക്കുന്നവരെ സംബന്ധിച്ച ഒരാളിനെ കുറിച്ച് ഭോജ്താൽ ഒരു ക്ലൂ കിട്ടും. ഭോജ്താൽ എന്ത് ക്ലൂ കിട്ടും? ഭോപ്പാൽ. അപ്പോൾ ഭോജ്താൽ ഹൈദരാബാദിലായിരിക്കത്തില്ല എന്നൊരു ക്ലൂ കിട്ടും. ഇനി അതൊന്നും വേണ്ട, ഹൈദരാബാദിൽ പോയിട്ട് ഉള്ള ഒരാളിന് ആ ഹൈദരാബാദ് സെക്കന്ദരാബാദ് ആ ഒരു ഏരിയയിലുള്ള ഏറ്റവും ഫേമസ് ലേക്ക് ഏതാണെന്ന് അറിഞ്ഞൂടെ? ഹുസൈൻ സാഗർ ലേക്ക്. അപ്പം ഭോജ്താൽ ഹൈദരാബാദും നമ്മൾക്ക് ഒന്ന് എലിമിനേറ്റ് ചെയ്യാനൊക്കും. എന്നാലും കാര്യമില്ല. കാരണം എന്താ ചോദ്യം? ഹൗ മെനി ഓഫ് ദി അബോവ് ഗിവൺ പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. നമുക്കാകെ വൂളാർ കാശ്മീർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനിയും 2 എണ്ണം കിടക്കുന്നു. അറിഞ്ഞു വെച്ചോളൂ. ധെബാർ ലേക്ക് ഈസ് നോട്ട് ഇൻ ഭുവനേശ്വർ, ഇറ്റ് ഈസ് ഇൻ രാജസ്ഥാൻ. ആൻഡ് സുഖ്ന ലേക്ക് ഈസ് ഇൻ ചണ്ഡീഗഡ്. അതായത് only 2 pairs are correctly matched. വൂളാർ കാശ്മീരും സുഖ്ന ചണ്ഡീഗഡും കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ സുഖ്ന റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നു. വൂളാർ ഹിന്ദുവിലില്ലെങ്കിലും വൂളാർ മറ്റ് ചില ന്യൂസ് ആർട്ടിക്കിൾസിൽ, മറ്റ് ചില മീഡിയയുടെ ന്യൂസ് ആർട്ടിക്കിൾസിൽ കടന്നു വന്നിട്ടുണ്ട്. വൂളാർ എസ്പെഷ്യലി ഡൗൺ ടു എർത്തിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റൊന്ന് 2 ഓൺലൈൻ ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ മീഡിയയിലും വൂളാർ ലേക്കിനെ കുറിച്ച് റീസെൻ്റ്ലി ന്യൂസ് വന്നിട്ടുണ്ട്. സുഖ്ന എല്ലായിടത്തും ന്യൂസ് വന്നിട്ടുള്ള കാരണമാണ് സുഖ്ന എന്ന് പറയുന്ന ലേക്ക് ചണ്ഡീഗഡിലുള്ളത്. സോ ധെബാർ ഈസ് ഇൻ രാജസ്ഥാൻ ആൻഡ് ഭോജ്താൽ ഈസ് ഇൻ ഭോപ്പാൽ വിച്ച് ഈസ് എ റംസർ സൈറ്റ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് only 2 pairs are correctly matched. നെക്സ്റ്റ് ഒന്ന് നോക്കൂ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ആർ ക്ലാസിഫൈഡ് ആസ് നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റേഴ്സ്. ഈ വർഷം ഡിസാസ്റ്ററുകളുടെ കാര്യത്തിൽ വളരെ വലിയ നമ്പറാണ് നമുക്ക് കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം നോർത്ത് ഇന്ത്യയിൽ പതിവിലും കൂടുതലാണ് ഇത്തവണ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ വലിയ രീതിയിലുണ്ടായി, ഉത്തരാഖണ്ഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും വലിയ രീതിയിലുണ്ടാകുന്നു. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലൊന്നും പ്രശ്നങ്ങളുണ്ടായില്ല. അപ്പം ഡിസാസ്റ്റേഴ്സ്, അതായത് തന്നെ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ എത്ര എണ്ണം നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആണ്. നോക്കൂ, ഡ്രോട്ട്, ഹീറ്റ് വേവ്, പെസ്റ്റ് അറ്റാക്ക്, ഫയർ, ഇത്ര എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എത്ര എണ്ണമാണ് ഇത് നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ, നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്ന നാഷണൽ ലെവലിൽ നോട്ടിഫൈ ചെയ്യപ്പെടുന്ന ഡിസാസ്റ്റർ ഏതൊക്കെ? ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. കാരണം റീസെൻ്റ്ലി എല്ലാ വർഷവും ഫ്ലഡ് പോലെ തന്നെ എല്ലാ വർഷവും ഒക്കർ ചെയ്യുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഇപ്പോൾ എന്ത്? ഹീറ്റ് വേവ് അല്ലേ. എന്നിട്ടും ദിസ് ഈസ് നോട്ട് റൈറ്റ് നൗ നോട്ട് എ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ. ഹീറ്റ് വേവിനെ ഇതുവരെ ഒരു നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്ററാക്കി നോട്ടിഫൈ ചെയ്തിട്ടില്ല. ഡ്രോട്ടുണ്ട്, പെസ്റ്റ് അറ്റാക്ക് ഉണ്ട്, ഫയർ ഉണ്ട്, ഈവൻ കോൾഡ് വേവ് വരെ ഉണ്ട്. ഹീറ്റ് വേവ് ഇതുവരെ നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. ദാറ്റ് മീൻസ് only 3 are right. മനസ്സിലായോ? ഹീറ്റ് വേവ് ഇതുവരെ നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ലോജിക്ക് പ്രയോഗിച്ച് കഴിയുമ്പോൾ ചിലപ്പം കിട്ടണം എന്നില്ല. ലോജിക്കലി നമ്മൾ വിചാരിക്കും ഹീറ്റ് വേവ് സ്ഥിരമായിട്ടുണ്ടാവുന്നുണ്ടല്ലോ, അതുകൊണ്ട് നാഷണലി നോട്ടിഫൈഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആക്കണം എന്ന് ഇപ്പം പലപ്പോഴും കേരളത്തിൽ പല വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ പറയും ഇതൊരു നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആക്കണം, ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അങ്ങനെ നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആക്കിയിട്ട് നോട്ടിഫൈ ചെയ്ത് കഴിയുമ്പോൾ
NDRFിൽ നിന്നും SDRFിൽ നിന്നും ഫണ്ട്സ് യൂട്ടിലൈസ് ചെയ്യാൻ എലിജിബിളായി മാറും. അതുകൊണ്ടാണ് നമ്മളിതിനെ നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അവിടെ നോക്കൂ, ആ ലിസ്റ്റ് നോക്കൂ, ഏതൊക്കെയാണ് നാഷണലി നോട്ടിഫൈഡ് ഡിസാസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് നോക്കിയാൽ ഫ്രോസ്റ്റ് ആൻഡ് കോൾഡ് വേവ് വരെ ഉണ്ട്. ഹീറ്റ് വേവ് ഇതുവരെ ആഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഡിജിറ്റൽ കണക്ടിവിറ്റി റേറ്റിംഗ് ഏജൻസി DCRA. ഡിജിറ്റൽ കണക്ടിവിറ്റി റേറ്റിംഗ് ഏജൻസിയെ കുറിച്ച് 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഡിജിറ്റൽ കണക്ടിവിറ്റി റേറ്റിംഗ് ഏജൻസി ഇവാലുവേറ്റ്സ് ആൻഡ് സർട്ടിഫൈസ് ഡിജിറ്റൽ കണക്ടിവിറ്റി ഇൻ എ പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടിയിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ഇവാലുവേറ്റ് ചെയ്യുകയും സർട്ടിഫൈ ചെയ്യുകയാണ് എന്ത് DCRAയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും എന്താണ്, ലോജിക്കലി അത് കറക്റ്റാണ് അല്ലേ? അതിനകത്ത് തെറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഞാൻ ശരിയായിട്ട് എടുത്തു. സെക്കൻഡ് വൺ, ദി രജിസ്ട്രേഷൻ ടു ബിക്കം ആൻ അപ്രൂവ്ഡ് DCRA വിൽ ബി ഗ്രാൻഡഡ് ബൈ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമെറ്റിക്സ്. CDOT എന്ന് പറയുന്ന സ്ഥാപനമാണ് എന്ത്, ഇങ്ങനെയുള്ള റേറ്റിംഗ് ഏജൻസികളെ, അതായത് ഡിജിറ്റൽ കണക്ടിവിറ്റി റേറ്റിംഗ് ഏജൻസികൾക്ക് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യുക എന്ന് പറയുന്നു. ഡിജിറ്റൽ കണക്ടിവിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ആ CDOT ആണ് ഇതിന് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് എന്ന് മാത്രം പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കാര്യം തന്നിരിക്കുന്നത് അല്ലേ? ഞാൻ പറയട്ടെ, ഇപ്പം ഇന്ത്യയിൽ വോട്ടർ ID സപ്ലൈ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇത് നിങ്ങളാണെങ്കിൽ കൂടെയും എന്താണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇടാനുള്ള സാധ്യത കുറവല്ലേ? ഇന്ത്യയിൽ ഇലക്ട്രൽ വോട്ടർ ID പോട്ടെ, വോട്ടർ ID കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഇടുമോ? ഇല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടേണ്ട അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ എന്തിടും? വോട്ടിംഗ് ID വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഓർ ഇഷ്യൂഡ് ബൈ, വേറെ ഏതിൻ്റെയും പേരല്ലേ അവിടെ ഇടത്തുള്ളൂ. അവിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പേര് ഒഴിവാക്കി നിങ്ങൾ മറ്റെന്തെങ്കിലും പേരായിരിക്കും ഇടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അതിന് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സൊല്യൂഷൻ ഞാൻ തരാം. വോട്ടർ ID ഇൻ കേരള ഈസ് ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നിങ്ങളിടും, നിങ്ങൾക്കിടാം. കാരണം എന്താ, അത് റോങ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് വോട്ടർ ID ഇഷ്യൂ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ട്രൂ ആവുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്ലെയിൻ ഫാക്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇടുന്നത്. ഒരു പ്ലെയിൻ ഫാക്റ്റ്, വേറെ റെലവൻസ് ഒന്നുമില്ല, വേറൊരു കാര്യം അതിനകത്തില്ല. ആ ഒരു ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഇന്ന ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് റോങ് ആക്കാനുള്ള ചാൻസ് ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെയൊക്കെ വോട്ടർ ID കാർഡ് വിൽ ബി ഇഷ്യൂഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതിന് പകരം നമ്മൾ ഒരിക്കലും അത് അങ്ങനെ ഇടത്തില്ല. അതിന് വരെ നമ്മൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആക്കി ഒരു ചെറിയ ചേഞ്ച് വരുത്തി റോങ് ആക്കി അവിടെ ഇടും. ഇതും സിമിലർ ഒരു സാധനം തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കാരണം DCRA ആയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി, ട്രായ്. നമ്മുടെ സ്വന്തം ട്രായ് ആണ് ഇതിനെ DCRA ആയിട്ട് DCRA ആണോ അല്ലയോ എന്നുള്ള ആ അപ്രൂവൽ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത് ട്രായ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്, അല്ല CDOT അല്ല. ക്ലിയർ ആയല്ലോ? സോ ദാറ്റ് മീൻസ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അപ്പം നിങ്ങൾ ആ ടെക്നിക്സ്, ഞാൻ ഈ ഓരോ എപ്പിസോഡിലും പറയുന്ന ടെക്നിക്സ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ നല്ല ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ, ഞാൻ പറഞ്ഞത് അക്കാദമികളുടെ ടെസ്റ്റ് സീരീസിന് അപ്പുറത്തേക്ക് നിങ്ങൾ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഈ ടെക്നിക്സ് ഒന്ന് പ്രയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആൻസർ ചെയ്യാനൊക്കും, നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാനൊക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ എപ്പിസോഡുകളിൽ പലപ്പോഴും ഡയറക്റ്റ് ഫാക്റ്റ് പറയുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ടെക്നിക്സുകൾ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് വൺ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഇൻഡോ-ടിബറ്റൻ ബോർഡർ പോലീസ്. ITBPയെ കുറിച്ച് 3 സ്റ്റേറ്റ്മെന്റ്സ് വന്നിരിക്കുന്നു. ITBP ഗാർഡ്സ് ബോർഡേഴ്സ് റേഞ്ചിങ് ഫ്രം കാരക്കോരം പാസ് ഇൻ ലഡാക്ക് ടു ജഷപ്ല ഇൻ അരുണാചൽ പ്രദേശ്. അപ്പോൾ കാരക്കോരം മുതൽ ജഷപ്ല വരെയുള്ള, അതായത് ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഏരിയയുടെ ആ ബോർഡറിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? ITBP വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നു. പേരിൽ തന്നെ നമുക്ക് കിടപ്പുണ്ടല്ലോ, ഇൻഡോ-ടിബറ്റൻ ബോർഡർ പോലീസാണ്. അപ്പോൾ കാരക്കോരം മുതൽ ഇങ്ങ് അരുണാചൽ വരെ എന്തുണ്ട്? നമുക്ക് ഇന്ത്യക്ക് ടിബറ്റുമായിട്ട് ബോർഡർ ഉണ്ട്. സോ ലോജിക്കലി എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ആൻഡ് സെക്കൻഡ് നോക്കൂ, ഇറ്റ് ഈസ് ഓൾസോ എൻഗേജ്ഡ് ഇൻ മെനി ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഡ്യൂട്ടീസ്.
ബോർഡർ ഡ്യൂട്ടി മാത്രമല്ല, ഇൻ്റർ സെക്യൂരിറ്റി ഡ്യൂട്ടിയിലും അവർ എൻഗേജ്ഡ് ആവാറുണ്ട്. ഞാൻ പറയും ഇറ്റ് ഈസ് ഓൾസോ എൻഗേജ്ഡ് ഇൻ മെനി ഇൻറ്റേർണൽ. കേട്ടോ, മെനി ഒക്കെ കൊടുത്തേക്കുന്നുണ്ടോ? ഇത് വരുമ്പം തന്നെ നമുക്കറിയാം ഇതിന് ട്രൂ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒന്നും വേണ്ട, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. കേരളത്തിലെ ITBPക്ക് ഒരു ഇതുണ്ടല്ലോ, അവരുടെ ഒരു സ്റ്റേഷനുണ്ട്. ആലപ്പുഴ ജില്ലയിൽ നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ITBPയുടെ ഒരു സ്റ്റേഷനുണ്ട്. ഇവിടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ ഒന്നും ആയിട്ടല്ലല്ലോ അവരെ അവിടെ സ്റ്റേഷൻ ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയും ആ ഒരു ഒബ്സർവേഷനിൽ കൂടെയും നമുക്ക് എന്താണ് ഇത് ട്രൂ ആണ് എന്ന് കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് വൺ, ITBP വാസ് ഇനീഷ്യലി റേസ്ഡ് അണ്ടർ CRPF ആക്ട്. അതൊരു ട്വിസ്റ്റാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ ITBP CRPF ആക്ട് വഴിയാണോ വന്നത് അല്ലയോ ഒരു ഐഡിയയും കിട്ടാതിരിക്കും. ഇവിടെ നമുക്കൊരു ഗുണമുണ്ട്. എന്താണ്? ഒന്നുകിൽ B ആവും അല്ലെങ്കിൽ D ആകും എന്നുള്ള ഉറപ്പ് നമുക്കിപ്പോൾ ഉണ്ട്. സോ 50-50 ആണ്. അങ്ങനെ എത്തുമ്പോൾ നിങ്ങളൊരു അടി അടിക്കുക. അത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി എന്നേ പറയാനുള്ളൂ. 50-50 ആണ്, കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പം നമുക്ക് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നോക്കൂ, ITBP റൈസ് ചെയ്തിരിക്കുന്നത് 1962-ലാണ്. പക്ഷേ ITBPF ആക്ട് വരുന്നത് 1992-ലാണ്. അപ്പോൾ 62-ൽ റേസ് ചെയ്തിട്ട് 92-ലാണ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറുന്നത്. കാരണം അതിനു വേണ്ടിയിട്ട് ആക്ട് കൊണ്ടുവരുന്നത് 1992-ലാണ്. അപ്പോൾ 62-ൽ എങ്ങനെ ഇത് നിലവിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഉത്തരങ്ങളൊന്നുമില്ല. അത് CRPF ആക്ടിൽ കൂടിയാണ് നിലവിൽ വന്നത്. സോ ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് ഓൾസോ റൈറ്റ്. മനസ്സിലായോ? 62-ൽ CRPF ആക്ട് വഴിയാണ് ITBPയും നിലവിൽ വരുന്നത്. അതിനുശേഷം ITBPക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് 1992-ൽ ഒരു ആക്ട് കൊണ്ടുവരുന്നു. മോട്ടോ എന്ന് പറയുന്നത് ശൗര്യ, ദൃഢത, കർമ്മനിഷ്ഠത. അപ്പം ഇതുപോലത്തെ നമ്മുടെ ബോർഡർ ഫോഴ്സസിനെ കുറിച്ചൊന്ന് നോക്കി വെക്കുക. കാരണം റീസെൻ്റ്ലി കുറേ ബോർഡർ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് പലയിടത്തും. ഇപ്പം ഇന്ത്യ ചൈന തിരിച്ച് ബോർഡറിൽ ഡിസെൻഗേജ് ചെയ്തതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. സോ അവിടെയും ITBPക്ക് റോളുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ വന്നപ്പോൾ അവിടെ ITBPക്ക് റോളില്ലെങ്കിൽ കൂടെയും ആ ഒരു ബോർഡർ ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ നോക്കൂ. Which of the following statements is or are correct? Nalanda Mahavihara was established by Emperor Kumaragupta I. Nalanda, famous Nalanda University, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് കുമാരഗുപ്ത 1 ആണ് എന്ന് പറയുന്നു. എന്തായിരിക്കും? നോർമൽ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? അത് എല്ലാവർക്കും അറിയാം. കുമാരഗുപ്ത 1 ആണ് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ തുടക്കം കുറിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. സോ ദാറ്റ് ഈസ് ട്രൂ. ആൻഡ് ദി ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് നളന്ദ കൺസിസ്റ്റ് ഒൺലി ഓഫ് വിഹാരാസ്. ഒൺലി വിഹാരാസ്. എന്താണ് ഒൺലി? എക്സ്ട്രീം ആക്കുകയാണല്ലേ. അതായത് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ വിഹാരാസ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്താ വിഹാര എന്നൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എടുത്തിവിടെ പറയുന്നില്ല. ചൈത്യയും വിഹാരയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ചൈത്യ എന്തിനു വേണ്ടി യൂസ് ചെയ്തിരുന്നു, വിഹാര എന്തിനു വേണ്ടി യൂസ് ചെയ്തിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഒരു യൂണിവേഴ്സിറ്റി അല്ലേ, അതും ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി, ബൃഹത് യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അവിടെ പഠിക്കാനുള്ള സ്ഥലം മാത്രമായിരിക്കും ഉണ്ടാവുക, താമസിക്കാനുള്ള സ്ഥലം മാത്രമായിരിക്കും ഉണ്ടാവുക, വർഷിപ്പിനുള്ള സ്ഥലം മാത്രമായിരിക്കും ഉണ്ടാവുക, എല്ലാത്തിനുമുള്ള സ്ഥലം ഉണ്ടാവും അല്ലേ? അല്ല കേവലം വിഹാര സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം മാത്രമായിരിക്കത്തില്ലല്ലോ അവിടെ ഉണ്ടാവുക. അവിടെ എല്ലാത്തിനുമുള്ള സ്കോപ്പ് ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് 2 ഈസ് റോങ്. 2 റോങ് ആവുന്നതോടുകൂടി എന്ത് കിട്ടി നമുക്ക്? റൈറ്റ് ആൻസർ ഈസ് 1 ഒൺലി. അപ്പം 3യും തെറ്റാണെന്നാണോ പറയുന്നത്? നോക്കൂ, നളന്ദ വാസ് റെയ്ഡഡ് ആൻഡ് ഡിസ്ട്രോയ്ഡ് ബൈ മുഹമ്മദ് ബക്തിയാർ ഖിൽജി. മുഹമ്മദ് ബക്തിയാർ ഖിൽജി റെയ്ഡ് ചെയ്തിട്ടില്ല, അത് തെറ്റാണെന്നാണോ പറയുന്നത്? അല്ല, ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ അഡീഷൻ ഉണ്ട്. ദി റൂളർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ റൂളറായിട്ടുള്ള മുഹമ്മദ് ബക്തിയാർ ഖിൽജി നളന്ദ വരികയും റെയ്ഡ് ചെയ്യുകയും അതിനെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റിൽ നിന്നുള്ള റൂളർ അല്ലല്ലോ മുഹമ്മദ് ബക്തിയാർ ഖിൽജി. ആ ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് 3 റോങ് ആവുന്നത്. മനസ്സിലായോ? ബക്തിയാർ ഖിൽജി വന്നിട്ട് നളന്ദയിൽ റെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. പറയപ്പെടുന്നത് ബക്തിയാർ ഖിൽജി ആണ് നളന്ദയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആ ലൈബ്രറി ഫുൾ കത്തിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആ ബക്തിയാർ ഖിൽജി പക്ഷേ ആക്ച്വലി
ഡൽഹി സുൽത്താനേറ്റിലെ ഖൽജിയിൽ നിന്നുള്ള ഒരു ഖൽജി അല്ലായിരുന്നു അദ്ദേഹം, മറ്റൊരു അഫ്ഗാൻ റൈഡർ ആയിരുന്നു. ഓക്കെ, അപ്പം നളന്ദയെക്കുറിച്ച് കൂടുതൽ വായിച്ചു വെക്കണം. നളന്ദയെക്കുറിച്ച് വലിയ രീതിയിൽ ന്യൂസിലുണ്ടായിരുന്നു ഈയിടെ. മാത്രമല്ല രണ്ട് കാര്യങ്ങൾ കൊണ്ടും ആർട്ട് ആൻഡ് കൾച്ചർ പരിപാടി ന്യൂസിലുണ്ട്, പിന്നെ അത് പോരാഞ്ഞിട്ട് ബീഹാർ ഇലക്ഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ധാരാളം ന്യൂസിൽ വരുന്നുണ്ട്. സോ ക്ലിയർ ആയിട്ട് ഈ ഏരിയ നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വച്ചിരിക്കണം.